നമസ്കാരം, ഞാൻ ഹരിനന്ദന. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. IPL 2026 ചരിത്രം കുറിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. തുടർച്ചയായ രണ്ടാം കിരീടം സ്വന്തമാക്കി RCB. എലൈറ്റ് എറണാകുളം സമ്മർ ബാഷ് 2026. UTSC, ആക്സിലേറ്റേഴ്സ്, പാലേ താലൂക്ക് ടീമുകൾക്ക് കിരീടം. ജൂനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ കേരള വനിതകൾക്ക് വെള്ളി. വാർത്തകൾ വിശദമായി. ഒരു കാലത്ത് ഈ സാല കപ്പ് നംദേ എന്നത് വെറും ആരാധകരുടെ സ്വപ്നമായിരുന്നു. ഇന്ന് അത് യാഥാർത്ഥ്യം, അതും തുടർച്ചയായി രണ്ടാം തവണ. ഗുജറാത്ത് ഉയർത്തിയ 185 റൺസ് പിന്തുടർന്ന RCBക്ക് കോഹ്ലി തന്നെ വഴികാട്ടിയായി. IPL 2026 കിരീടത്തോടെ RCB ഇനി പുതിയ ചരിത്രം എഴുതുകയാണ്. IPL 2026 ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു തുടർച്ചയായ രണ്ടാം കിരീടം സ്വന്തമാക്കി. 156 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന RCB വിരാട് കോഹ്ലിയുടെ തകർപ്പൻ 75 റൺസിന്റെ മികവിൽ അനായാസ ജയം നേടി. കഴിഞ്ഞ സീസണിൽ കന്നി കിരീടം നേടിയ RCB ഇത്തവണ കിരീടം നിലനിർത്തി ചരിത്രം കുറിച്ചു. ഫൈനലിൽ സമ്മർദ്ദഘട്ടത്തിൽ ഉറച്ചുനിന്ന കോഹ്ലിയുടെ ഇന്നിംഗ്സാണ് മത്സരത്തിന്റെ ഗതി നിർണയിച്ചത്. ചേസിംഗ് മാസ്റ്റർ കോഹ്ലി തന്റെ IPL കരിയറിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി വെറും 25 പന്തിൽ തികച്ചു. 18ാം ഓവറിലെ അവസാന പന്തിൽ ലോങ് ഓണിന് മുകളിലൂടെ സിക്സർ പറത്തി കോഹ്ലി തന്നെ കളി ഫിനിഷ് ചെയ്തു. 2010ലും 2011ലും MS ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സും 2019ലും 2020ലും രോഹിത് ശർമ്മയുടെ മുംബൈ ഇന്ത്യൻസും മാത്രമാണ് ഇതിനു മുൻപ് ഈ നേട്ടം കൈവരിച്ചത്. എന്നാൽ ഈ സീസണിലെ യഥാർത്ഥ താരമായി മാറിയത് രാജസ്ഥാൻ റോയൽസിന്റെ കൗമാര താരം വൈഭവ് സൂര്യവംശിയാണ്. IPL ചരിത്രത്തിൽ ആദ്യമായി ഒരേ സീസണിൽ 5 പ്രധാന വ്യക്തിഗത പുരസ്കാരങ്ങൾ നേടി വൈഭവ് റെക്കോർഡിട്ടു. 776 റൺസുമായി വൈഭവ് സൂര്യവംശി ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കി. ടൂർണമെന്റിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ അവാർഡും സീസണിലെ എമർജിംഗ് പ്ലെയർ പുരസ്കാരവും വൈഭവ് സൂര്യവംശിക്കാണ്. സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി സീസണായും തിരഞ്ഞെടുക്കപ്പെട്ട സൂര്യവംശി സൂപ്പർ സിക്സേഴ്സ് അവാർഡും സ്വന്തമാക്കി. ഗുജറാത്ത് ടൈറ്റൻസിന്റെ കഗീസോ റബാഡയാണ് 29 വിക്കറ്റുമായി പർപ്പിൾ ക്യാപ്പ് നേടിയത്. ക്യാച്ച് ഓഫ് ദി സീസൺ പുരസ്കാരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മനീഷ് പാണ്ഡെയും സ്വന്തമാക്കി. വൈപ്പിനിലെ കൊച്ചിൻ ഒളിമ്പിയാഡ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മെയ് 30 നടന്ന എലൈറ്റ് എറണാകുളം സമ്മർ ബാഷ് 2026 ഹോക്കി ടൂർണമെന്റിന് ആവേശകരമായ സമാപനം. 3 വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ടീമുകൾ കിരീടം ചൂടി. എലൈറ്റ് എറണാകുളം സമ്മർ ബാഷ് 2026 7A സൈഡ് ഹോക്കി ടൂർണമെന്റിൽ അണ്ടർ 15 വിഭാഗത്തിൽ UTSC ചാമ്പ്യന്മാരായി. ഫൈനലിൽ തൃശൂരിന്റെ പഴനി ഹോക്കിയെ തോൽപ്പിച്ചാണ് UTSC കിരീടം നേടിയത്. പഴനി ഹോക്കി റണ്ണറപ്പായി. ഓപ്പൺ വിഭാഗത്തിൽ ആക്സിലേറ്റേഴ്സ് ഗാന്ധാര കിരീടം സ്വന്തമാക്കി. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ചെന്നൈയിൽ നിന്നുള്ള $HCയെ പരാജയപ്പെടുത്തിയാണ് ആക്സിലേറ്റേഴ്സ് ജേതാക്കളായത്. $HC 2ാം സ്ഥാനം നേടി. മിക്സഡ് മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ കൂർഗിലെ പാലേ താലൂക്ക് ടീം ചാമ്പ്യന്മാരായി. ഫൈനലിൽ എറണാകുളത്തിന്റെ സ്വന്തം ടീമായ ഹസിൽ HCയെ മറികടന്നാണ് പാലേ താലൂക്ക് വിജയിച്ചത്. ഹസിൽ HC റണ്ണറപ്പായി. വൈപ്പിനിലെ കൊച്ചിൻ ഒളിമ്പിയാഡ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിന്ന മത്സരങ്ങൾ കാണാൻ നിരവധി ഹോക്കി പ്രേമികളെത്തി. വിജയികൾക്ക് സംഘാടകർ ട്രോഫികളും മെഡലുകളും സമ്മാനിച്ചു. കേരളത്തിന് അഭിമാന നിമിഷം. പുതുച്ചേരിയിൽ നടന്ന 76ാമത് ജൂനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ജൂനിയർ വനിതാ ടീമിന് വെള്ളി മെഡൽ. 76ാമത് ജൂനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ജൂനിയർ വനിതാ ടീം റണ്ണേഴ്സപ്പായി വെള്ളി മെഡൽ നേടി. ഫൈനലിൽ ഛത്തീസ്ഗഡ് സ്വർണം കരസ്ഥമാക്കി. പുതുച്ചേരിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനെ നയിച്ചത് എറണാകുളം ജില്ലാ ജൂനിയർ ഗേൾസ് ടീമിലെയും സെന്റ് തെരേസ സ്കൂളിലെയും പ്രമുഖ യുവതാരം അർത്തിക KS ആയിരുന്നു. ഫൈനലിൽ കേരളത്തിനായി ലിയ മരിയ, സുഭദ്ര ജയകുമാർ, വൈഗ T എന്നിവരാണ് കൂടുതൽ പോയിന്റ് നേടിയത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയ ശക്തമായ ടീമുകൾ അടങ്ങിയ കടുപ്പമേറിയ പൂളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് കേരളം ഫൈനലിൽ എത്തിയത്. വാശിയേറിയ സെമി ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ തമിഴ്നാടിനെ തോൽപ്പിച്ചാണ് കേരളം ഫൈനൽ ഉറപ്പിച്ചത്. ടൂർണമെന്റിലുടനീളം ടീം ഉയർന്ന മത്സരക്ഷമത പുലർത്തിയിരുന്നു. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. ഒളിമ്പിക് ദിനാഘോഷം
ജൂൺ 23-ന് തലസ്ഥാനത്ത് ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ. വൈകിട്ട് 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കുന്ന വിധത്തിലാണ് 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ക്രമീകരിച്ചിരിക്കുന്നത്. ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികൾ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, MP-മാർ, MLA-മാർ, മേയർമാർ, ഒളിമ്പ്യന്മാർ, അർജുന ദ്രോണാചാര്യ അവാർഡ് ജേതാക്കൾ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള സംഘടിപ്പിക്കുന്ന 7ാമത് കേരള സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2026-27 ജൂലൈ 11-12 തീയതികളിൽ നടക്കും. ആലപ്പുഴ കളർകോട് ചിന്മയ വിദ്യാലയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ജൂലൈ 10-ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മുൻപായി മത്സരാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യണം. കേരളത്തിലെ എല്ലാ ജില്ലാ യൂണിറ്റുകളിൽ നിന്നും യോഗ്യത നേടിയ കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. യോഗാസന ഭാരതിന്റെ കോഡ് ഓഫ് പോയിന്റ്സിനനുസരിച്ച് വിവിധ പ്രായവിഭാഗങ്ങളിലായി 1-ലധികം മത്സര ഇനങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഖേലോ ഇന്ത്യ അസ്മിത, സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ICSE, CBSE, പോലീസ് ഗെയിംസ് തുടങ്ങിയ പ്രധാന ദേശീയ മത്സരങ്ങളിൽ പിന്തുടരുന്ന സിലബസ് അനുസരിച്ചാണ് മത്സരങ്ങൾ നടത്തുക. സംസ്ഥാന തലത്തിൽ യോഗ്യത നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. യോഗാസന ഭാരതുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള YSAക്ക് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അസോസിയേറ്റ് അംഗവും കേന്ദ്ര യുവജന കാര്യ കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ളതുമാണ്. 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സിംഗപ്പൂർ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. ഞായറാഴ്ച നടന്ന ഫൈനലിൽ ലോക 3-ാം നമ്പർ ഇന്തോനേഷ്യൻ സഖ്യം ഫജർ അൽഫിയാൻ മുഹമ്മദ് ഷൊഹിബുൽ ഫിക്രി സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം തോൽപ്പിച്ചത്. സ്കോർ 18-21, 21-17, 21-16. 73 മിനിറ്റ് നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് സാത്വിക് ചിരാഗ് സഖ്യത്തിന്റെ വിജയം. ഇന്ത്യവുഡ് സ്പോർട്സ് എക്സലൻസ് അവാർഡ് കേരള ഒളിമ്പിക് അസോസിയേഷന്. എക്സലൻസ് ഇൻ സ്പോർട്സ് മാഗസിൻ വിഭാഗത്തിൽ ഇന്ത്യവുഡ് സ്പോർട്സ് എക്സലൻസ് അവാർഡ്സ് 2026 കേരള ചാപ്റ്റർ പുരസ്കാരം കേരള ഒളിമ്പിക് അസോസിയേഷൻ ഏറ്റുവാങ്ങി. കേരളത്തിൽ ഒളിമ്പിക് മനോഭാവവും കായിക സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെ മാനിച്ചാണ് ഇന്ത്യവുഡിന്റെ ഈ അംഗീകാരം. കായിക കേരളത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന കായിക താരങ്ങൾക്കും അസോസിയേഷനുകൾക്കും വായനക്കാർക്കും ഓരോ മലയാളിക്കും ഈ അവാർഡ് സമർപ്പിക്കുന്നതായി കേരള ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു. ഈ അഭിമാനകരമായ വേദി ഒരുക്കിയതിനും ദി റൈസ് ഓഫ് സ്പോർട്സ് എക്കണോമിക്സ് ഇൻ ഇന്ത്യ എന്ന വിഷയത്തിൽ നടത്തിയ പാനൽ ചർച്ചയ്ക്കും ടീം ഇന്ത്യവുഡിന് അസോസിയേഷൻ പ്രത്യേക നന്ദി അറിയിച്ചു. കേരളത്തിന്റെ കായിക യാത്ര കൂടുതൽ കരുത്തോടെ തുടരുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.